മക്കളെ ഹാലലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹാലലൂയ. സോ ഞാനിപ്പം തിരിച്ചു പോവുകയാണ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഈ 7 ദിവസത്തെ ജേർണിയിൽ എൻ്റെ ചില അനുഭവങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നത്. പലരും മീറ്റിങ്ങിൽ വരുവാനിടയായി, അനേക സഹോദരിമാരെ കണ്ടുമുട്ടാനിടയായി, സഹോദരങ്ങളെ യുവജനങ്ങളെയൊക്കെ കണ്ടുമുട്ടാനിടയായി. അതിൽ ഒരു മോള് വന്നിരുന്നു. അത് ഹോസ്റ്റലിൽ നിന്നാണ് വന്നത്, ട്രിവാൻഡ്രത്ത്. അത് പറഞ്ഞൊരു കാര്യമാണ് ഇന്നുവരെ ഞാൻ അറിഞ്ഞില്ല. ഇന്നലെയാണ് ആ കുട്ടി സാക്ഷ്യം പറയുന്നത്. അത് നമ്മളുടെ മീറ്റിങ്ങിൻ്റെ മെസ്സേജ് കേട്ടിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ട് അത് പോയി സ്നാനപ്പെടാനിടയായി. ഹോസ്റ്റലിൽ നിന്നും അതിൻ്റെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല. അത് ഇന്നലെ മീറ്റിങ്ങിന് വന്നിരുന്നു. സ്തോത്രം. സോ ഇതുപോലുള്ള അനേകരിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആ പെട്ടകത്തിൻ്റെ അകത്ത് കയറേണ്ടവരൊക്കെ കയറിക്കൊണ്ടിരിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫുൾ എൻ്റെ ഈ ഒരു ജേർണിയിൽ ഇന്നലെ നമ്മളൊരു സർവേ എടുക്കുന്നത് പോലെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോയവർക്കെതിരായി വന്നത് പാസ്റ്റർമാരുടെ ഭാര്യമാരാണ്. അവർ സാധാരണക്കാരായ ഒരു വ്യക്തി തന്നെയാണ്. കാരണം പാസ്റ്ററിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവരും ആ പാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെയോ പിതാവിൻ്റെയോ മനസ്സറിയണമെന്നില്ല. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഞാനിത് ഓരോന്നും കേട്ടപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അവരുടെ ഹൃദയവും അവരുടെ മൂക്കും തുറക്കണം എന്ന്. സ്തോത്രം. അപ്പോൾ ഈ മൂക്ക് എന്താണെന്ന് എൻ്റെ കൂടെയുള്ള തിമോത്തിയോസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു മൂക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് മണക്കുന്നത് കാനഡയും ലണ്ടനും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ മൂക്കിൽ. എൻജിനീയറിംഗും ഡോക്ടറേറ്റോ മണക്കുന്നത്. അതിനും ഒരു മാറ്റം വരണം. സ്തോത്രം. ഈ പാസ്റ്റർമാരാണ് ഈ പാസ്റ്റർമാരുടെ കൃപ പോലും കെടുത്തുന്നത്. ഇസബേലിയ സ്പിരിറ്റുകളുള്ള അനേക പാസ്റ്റർമാരുണ്ട്. ഇസബേലിയ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് ദൈവദാസനിലും വ്യാപരിക്കും, ദേവദാസിലും വ്യാപരിക്കും. ഒരു മരത്തിൻ്റെ ഫലം കണ്ടാൽ അറിയാം ഇത് ഏത് മരമാണെന്ന്. സ്തോത്രം. അപ്പോഴും ഈ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഏത് കോൺഗ്രിഗേഷനും ഏത് സഭയിലാണെന്നല്ല ദൈവം ചോദിക്കുന്നത്. കർത്താവ് ബാബേൽ ഗോപുരത്തെ തകർത്തതുപോലെ സ്തോത്രം ഈ അന്ത്യകാലത്ത് ആമേൻ ദൈവം മനുഷ്യനെയാണല്ലോ സൃഷ്ടിച്ചത്. മനുഷ്യനെന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗവും ഇല്ല പുല്ലിംഗവും ഇല്ല, അല്ലേ? ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗവും അല്ല പുല്ലിംഗവും അല്ല. അപ്പോൾ ഇതുപോലെ മനുഷ്യനെ അറിവില്ലായ്മയിൽ ദൈവത്തിൻ്റെ ക്രിയേഷനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ JGPC, പാസി PC, OCPC എന്ന് പറഞ്ഞിട്ട് കുറേ കോൺഗ്രിഗേഷനെ ഉണ്ടാക്കി വെച്ച് കുറേ ലോഹകളും ധരിച്ച് തലയിൽ തുണിയും ഇട്ട് വെള്ളസാരിയും വെള്ള ഉടുപ്പും ഇട്ട് ബൈബിളും പഠിച്ച് മീശയും പഠിച്ച് നടക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം. അതല്ല കിങ്ഡം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആത്മീകൻ എഴുന്നേൽക്കണം. അവൻ യൂണിഫോം നോക്കാൻ സമയമില്ല. അവന് യേശുവിനെ അവർ ക്രൂശിക്കുവാനായി അവനെ ഒറ്റുകൊടുക്കുന്ന സമയത്ത് ആ പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ യേശുവിനെ തപ്പണ്ടി വന്നു. യേശു ആരാണെന്ന്. കാരണം യേശുവിന് അവിടെ യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രത്യേകതയുള്ളൂ. യേശു ശിഷ്യന്മാരുടെ കാൽ കഴിയുന്നതാണ്. അപ്പോൾ ഇതേ മനോഭാവം നമ്മുടെ കേരളത്തിൽ വരുവാൻ വേണ്ടി ഇത് അന്ത്യകാലമാണ്. എൻ്റെ തലയുടെ മേളിൽ കൂടെ ജബലയിലെയും മിസൈൽ പോയത് ഞാൻ കണ്ടതാണ്. പൊട്ടിത്തെറിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ പേടിച്ചിട്ട് ഓടിയിട്ട് വിഷമിച്ചതും ആദ്യ സമയത്ത്. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ജീവിതത്തിൽ കാണുന്നത്. ഇതൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നത് എൻഡ് ടൈം റിവൈവൽ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ലുദിയായുടെ ഹൃദയത്തെ തുറന്നപ്പോൾ പൗലോസിന് ഒരു ഓപ്പണിംഗ് കിട്ടിയതുപോലെ, യൂറോപ്പിൻ്റെ ആദ്യത്തെ സഹോദരിയെ ലുദിയ എഴുന്നേൽപ്പിച്ചതുപോലെ, ഒരു നുംഫയെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഒരു മറിയെ എഴുന്നേൽപ്പിച്ചതുപോലെ, മറിയെ കൊണ്ട് യേശു കർത്താവിൻ്റെ തലയിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി യേശു അവളെയും കൊണ്ട് ചെയ്യിച്ചെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ സഭയിലുണ്ടായ ഒരു മീറ്റിങ്ങിൽ ഒരു ബ്രദർ ചോദിച്ചതാണ്, യേശുവിൻ്റെ തലയിൽ ഒഴിച്ചതല്ലേ ഉള്ളൂ, സ്ത്രീ കൈവച്ചില്ലല്ലോ എന്ന്. എന്ത് മീനിങ് ആണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊക്കെയും ദേവദാസന്മാരുടെ പഠിപ്പിക്കലിൻ്റെ പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സ്ത്രീ ഒരു ലിമിറ്റേഷനിൽ നിൽക്കണമെന്നാണ്. ദൈവം ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്. ആദമിൽ നിന്നുമാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. സ്തോത്രം. അപ്പം അന്ത്യകാലത്ത് എല്ലാവരുടെ മേലും ആത്മാവിനെ അയക്കുമെന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധമാണ്. അപ്പോൾ അവൾക്ക് അതോറിറ്റി ഇല്ലേ? ഉണ്ട്. പുരുഷനും സ്ത്രീയും, കുടുംബത്തിൽ സ്ത്രീയും പുരുഷനുമാണ്. ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും അല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ക്രിസ്തുവിന് മണവാട്ടികളാണ്. നിങ്ങളതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ കർത്താവ് എന്നെ 2010 എൻകൗണ്ടർ ചെയ്യുമ്പോൾ, എന്നെ 1.5 വർഷം മുമ്പ് പാസ്റ്റർ ആക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടല്ല ഒന്നും ചെയ്തത്. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഈ ദൈവവേല ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പാസ്റ്റർമാരോടാണ്. പക്ഷെ അതാക്കി മാറ്റി എന്നെ. ഹല്ലേലൂയ. ഇന്ന് ഷൊർണൂരിൽ തുടങ്ങി ഈ തിരുവനന്തപുരം ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പാറശാലയിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോവുകയാണ് വേണ്ട. അപ്പോൾ 7 ദിവസത്തെ ഈ ജേർണിയിൽ എന്നെ ദൈവം പഠിപ്പിച്ചത് ഒറ്റ കാര്യമാണ് ഇനി ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക് ശത്രു ആരാണ്? തിമോത്തിയോസേ?
സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ശത്രുവായിരിക്കുന്നത്. നാണമില്ലേ പാസ്റ്റർമാരെ? നിങ്ങളിങ്ങനെ അവർ കൾട്ടാണ് ഇങ്ങനെ. എനിക്ക് പ്രോബ്ലം ഇല്ല, കാരണം എന്നെ ദൈവം അയച്ചത് അപ്പോസ്തല പ്രവൃത്തി 17 മുതൽ 19 വരെയുള്ള അധ്യായം തന്നാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. കാരണം ഒരു സൈന്യം, ഒരു പട്ടണം അവരുടെ ബിസിനസ്സുകളെ തകർക്കുന്നെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മുടെ ഭൗതികമായതിനെ തകർക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെതിരായി എഴുന്നേറ്റപ്പോൾ പൗലോസിന്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തി ഒന്ന് ബഹളം വയ്ക്കാൻ തോന്നിയപ്പോൾ ദൈവത്തിന്റെ പ്രേരണയാൽ മറ്റുള്ളവർ അവനെ പ്രേരിപ്പിച്ചു. മിണ്ടരുത്. അത് ദൈവ ഇഷ്ടമായിരുന്നു. എന്നോടും അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. നീ മിണ്ടരുത്, എല്ലാവരും ഇളകും. കാരണം ഒരു പട്ടണത്തിൽ ഇളക്കും ആദ്യം, എന്നിട്ടാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത്. ഇത് മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് എൻഡ് ടൈം റിവൈവലാണ്. അനേക യുവജനങ്ങളെ നമ്മൾ എഴുന്നേൽപ്പിക്കണമെങ്കിൽ തലയിൽ മൂടുപടം ഇട്ട് ഉത്തമഗീതത്തിൽ പറയുന്നു, നീ തല മൂടിയിരുന്ന് നീ കൂടാരത്തിൽ ഇങ്ങനെ മൂടുപടം ഇട്ടുകൊണ്ട് നീ എന്തിനാ ഇരിക്കുന്നത്? നീ ഒന്ന് ചാടി എഴുന്നേറ്റ്. ആത്മാവിലാവുമ്പോൾ തലേ തുണിയിട്ട് വലിച്ചു ഇരിക്കാൻ പറ്റത്തില്ല. ആത്മാവാണിത്, ആത്മാവിന്റെ ശുശ്രൂഷയാണ്. നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന രക്ഷ എന്ന ശിരസ്ത്രത്തെ നീ ഒന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ ഇങ്ങനെ കിടന്ന് സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ്. അത് എല്ലാം പറഞ്ഞു വന്നിട്ട് 13, 14, 15, 16 വാക്യങ്ങളുടെ പൗലോസ് പറയുന്നു, സ്ത്രീക്ക് മുടി തന്നെ മൂടുപടം വന്നു. ഹല്ലേലൂയ. സോ ഇതെല്ലാം ശരിയാണ്. ഇതാണെന്ന് പറഞ്ഞു തരികയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ മൂടുപടം, മുടിയെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന്. സ്തോത്രം. ഇതൊക്കെ എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരു കോൺഗ്രിഗേഷനെയും തകർക്കാൻ വന്നതല്ല, ഇസബേലിന്റെ ശക്തികളെ തകർക്കാനാണ് ദൈവം എന്നെ അയച്ചതെങ്കിൽ എഴുന്നേൽക്കേണ്ട യുവജനങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. അവരെല്ലാം എഴുന്നേൽക്കും, അവർ പിതാവിനോട് പ്രാർത്ഥിക്കും, അവർ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു മീഡിയേറ്ററും ഇല്ല, യേശു കർത്താവ് മാത്രമേ ഉള്ളൂ മീഡിയേറ്റർ. പാസ്റ്റർ മീഡിയേറ്ററല്ല, പാസ്റ്റർമ്മ മീഡിയേറ്ററല്ല, പ്രാർത്ഥനക്കാരി മീഡിയേറ്ററല്ല, വെള്ളസാരി ഇട്ടവർ മീഡിയേറ്റർ. ഞാനൊന്ന് ചോദിക്കുകയാണ്, ഞാൻ അക്സാ പീറ്ററിനെ തന്നെയാണ് പറയുന്നത്. കാരണം അക്സാ പീറ്ററിന്റെ മെസ്സേജ് ഒരു ഇന്റർവ്യൂവിലാണ് നിങ്ങളെല്ലാവരും എന്നെ അറിയാനിടയായത്. ഇപ്പോഴേ ഞാൻ പാസ്റ്റർ ആയപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം എന്നോട് പലരും ഞാൻ പറഞ്ഞു ഏത് ദൈവദാസിയാണെങ്കിലും മൈറ്റി മിനിസ്ട്രി ചെയ്യുന്ന, ഇന്ന് സ്റ്റേജുകളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന, വലിയ ഡിസ്ട്രിക്ട് ഇന്റർനാഷണലിൽ സ്ത്രീ ദിനത്തിനോട് സംസാരിക്കുന്ന ഏത് സ്ത്രീ ആണെങ്കിലും അവർ ബോണ്ടേജിലാണ്. കാരണം അവർ തലയിൽ തുണിയും ഇട്ട് അല്ലെങ്കിൽ സ്ത്രീക്ക് ഇവിടെ വരെ ഉള്ളൂ എന്നാണ്. ഹല്ലേലൂയ. നമുക്ക് സ്നാനപ്പെടുത്താൻ പറ്റും. ഒരാളെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ അതിന്റെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമില്ല. എമർജൻസി വന്നാൽ നീ അങ്ങനെയാണ് വരാൻ പോകുന്നത്. അനേക സ്ത്രീകളൊന്നും എഴുന്നേറ്റാൽ സ്ത്രീ തന്നെയാണ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഐ എൻകറേജ് എവ്രി വുമൻ ആൻഡ് മിനിസ്ട്രിയിലിരിക്കുന്ന എല്ലാ സഹോദരിമാരോടും പറയാണ്, നിങ്ങൾ ഈ കുത്തക പിടിച്ചുകൊണ്ടിരിക്കാതെ, നിങ്ങളുടെ കുത്തക അല്ലത്, ആത്മാവിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സഹോദരിമാരെ എല്ലാം എൻകറേജ് ചെയ്യുന്നു. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഹല്ലേലൂയ. യൂനിയ എന്ന സ്ത്രീ അപ്പോസ്തലയാണെന്ന് ഒരു സഭയ്ക്കും അഗ്രി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇത് മറഞ്ഞുപോയി. ഇന്ന് എൻ്റെ ടൈമിൽ ഇത് വെളിപ്പെടുത്തുന്നുവെങ്കിൽ എല്ലാവരും പറയും, അനിൽ കോവട്ടൂറോ ഐ ഡോണ്ട് നോ എനിവൺസ് നെയിം, ഓരോ ചാനലുകാരും പറയും സ്ത്രീക്ക് ശുശ്രൂഷയുണ്ട്, സ്ത്രീ എഴുന്നേൽക്കണം. ഒരു സഭയിൽ ഒരു സ്ത്രീ എഴുന്നേൽക്കുമ്പോൾ അവളെ ശാസിച്ച് പാസ്റ്ററും കൂടെ അവിടെ ഇരുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരിരുത്തും. എന്താ കാരണം? അങ്ങനെ ആ സ്ത്രീ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ഒരു അലൈൻമെൻറ്റ് കൊടുക്കണം, അവളെ ഫോക്കസ് ചെയ്യണം, അവളെ വചനത്തിലൂടെ ഡിസൈൻ ചെയ്യിപ്പിക്കണം. പോകേണ്ടതാണെങ്കിൽ പോകും, അല്ലാതെ ഒറ്റയടിക്ക് ഇവളിൽ ബോധമാണ്, ഇവള് പൊങ്ങിയാൽ ശരിയാവില്ല. അങ്ങനെയാണ് സഭ മുഴുവനും തകർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസിനെ പോലെ എന്നെ ദൈവം അയച്ചത്. ഹല്ലേലൂയ. ഒരു കോൺഗ്രിഗേഷൻ്റെയും ബാധകമല്ല ഞാൻ സിംഗിളായിട്ട് ദൈവം എന്നെ അയച്ച ആത്മാവിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വേലയെ തികച്ച് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേരണം. എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്യും. 2010 എന്നെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ, 12 വർഷത്തെ പിന്മാറ്റത്തിന് ശേഷം ദൈവം എന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനുശേഷം 10 വർഷം കാരാഗ്രഹം, വീടിൻ്റെ അകത്ത് ബൈബിൾ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്നെ ആക്കി. പക്ഷേ എൻ്റെ അകത്തിരിക്കുന്ന ബൈബിളിനെ ആർക്കും തകർക്കാൻ പറ്റിയില്ല. എൻ്റെ പല ബൈബിളുകളും ഡിസ്ട്രോയ് ആയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ ആർക്കും തകർക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് കഴിഞ്ഞാലേ പ്രൊമോഷൻ ഉള്ളൂ. 5 വർഷം പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഡോക്ടറേറ്റായി 6 മാസം പിന്നെ ട്രെയിനിങ് ആണ്. അവനെയും വിളിക്കുന്നത് ഡോക്ടർ എന്നാണ്. ആ ഡോക്ടർ 6 മാസം കഴിഞ്ഞാലേ ആകത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്കെല്ലാവർക്കും ശിഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ട്, മിനിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ക്രൂശ് ചുമക്കാൻ ആരും തയ്യാറല്ല. ദേവദാരുവിനോട് ഉപമിക്കുന്നത് അതുകൊണ്ടാണ്, നമ്മളെ കഴുകനോട് ഉപമിക്കുന്നത് അതുകൊണ്ടാണ്. ഉപമയൊക്കെ ശരിയാണ്, എല്ലാവരും പറയും.
ആമേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേക പേര് ഇട്ട വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ? കാരണം ഞങ്ങൾക്കൊക്കെ ടെൻഷനാണ്, പേടിയാണ്. സ്ത്രീകൾ അനോയിറ്റ് ഒരു ദൈവദാസനെ അപ്പോസ്തലനായി അനോയിറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ എന്നെ കളിയാക്കിയാലോ, എനിക്ക് വിഷമമായാലോ, എനിക്ക് ഭാര്യയില്ലാത്തതുകൊണ്ട് എന്നെ കളിയാക്കിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇത് പൈസയ്ക്ക് വേണ്ടിയുള്ള കോൺഗ്രിഗേഷൻ അല്ലല്ലോ. ഹല്ലേലൂയ. സോ ഫീരുക്കൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. നമ്മൾ ഒരാളൊരു ചവിട്ടുപടിയായാൽ അനേക പേർക്ക് ഇതിൽ കയറി പറ്റാൻ പറ്റും. പാരമ്പര്യമായിട്ട് ഇങ്ങനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ക്രിസ്ത്യ ജീവിതം. സ്വർണ്ണം ഊരിയാലേ കർത്താവ് നിന്നെ കാണത്തുള്ളൂ. ഈ ബോണ്ടേജിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനാണ് കർത്താവിനെ അയച്ചത്. ആമേൻ. ഇത് മനസ്സിലായത് മക്കൾക്കായി സ്തോത്രം ചെയ്തു. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. 00971 5570 79031. ഞാൻ 16 ദുബായിക്ക് തിരിച്ചു പോകും. ഞാൻ എപ്പോഴും കാരാഗ്രഹത്തിൽ തന്നെയാണ് എൻ്റെ ശുശ്രൂഷകളൊക്കെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ദർശനം തന്നതിനെ അത് പൂർത്തിയാക്കുന്ന ദൈവമാണ്. ഒരു പുരോഹിതൻ ചണവസ്ത്രം ധരിച്ചുകൊണ്ടാണ് മരിക്കാതിരിക്കേണ്ടതിന് അവനെ നടത്തുന്നത്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ശൂലം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നിഗളിച്ചു പോകാതിരിക്കാൻ. ഹല്ലേലൂയ. സോ ആരുമല്ല നമ്മളെ വളർത്തുന്നത്, കർത്താവ്. നമ്മുടെ സമർപ്പണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗീവ് അപ്പ്. ദൈവം എനിക്ക് ഷൊർണൂർ മുതൽ ഈ കന്യാകുമാരി വരെയും ഇവിടെ വരെയും മാർത്താണ്ഡത്ത് വരെയും തന്ന എല്ലാ ദൈവസ്നേഹത്തിനും എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നിങ്ങളെ അനോയിറ്റ് ചെയ്ത എല്ലാ സഹോദരിമാരെയും ബിൽഡിംഗ് ഉണ്ടാക്കി പാസ്റ്റർ എന്ന പേരിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇസബേലിലെ ശക്തികളെ തകർക്കുവാനായി ദൈവം നിങ്ങളെ അനോയിറ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പേഴ്സണൽ പ്രെയറാണ് ഇമ്പോർട്ടൻറ്റ്. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. ദിസ് ഇസ് എൻഡ് ടൈം. വെരി സൂൺ എല്ലാ നെറ്റും ഓഫാകും, എല്ലാവരുടെ യാത്രകളും മുടങ്ങും, പെട്രോൾ ഇല്ലാതാകും. ആ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങളായിരിക്കുന്ന സഭകളിൽ സ്ഥാനങ്ങളിൽ ഒരു ബിൽഡിങ്ങിനെയൊക്കെ തകർക്കാൻ പോവുകയാണ് ദൈവം. കാരണം അത് ദൈവത്തിൻ്റെ നിർണയമാണ്. കാരണം ഇനി ബിൽഡിങ്ങിനൊന്നും ഇതൊന്നും പറ്റത്തില്ല. ഈ ഞായറാഴ്ച ഒരുങ്ങിപ്പോകുന്നതൊക്കെ നിർത്താൻ പോവുക കർത്താവ്. കാരണം അങ്ങനെയാണ് ഇനി വരുന്നത്. ഇനി ഷോ ഓഫുകളും, ചിലരൊക്കെ അമേരിക്കയിൽ പോയി കഴിയുമ്പം ചിക്കൻ തിന്നുന്നതും പ്രോൺസ് കഴിക്കുന്നതും ഒക്കെ പാസ്റ്റർമാർ അങ്ങനെയായി. കാരണം ഈ മൂക്കാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആത്മീയ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. സഭയെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ എഴുന്നേൽക്കുക. മനുഷ്യരെയാണ് ദൈവം സൃഷ്ടിച്ചത്. ക്രിസ്തുവിൽ ആണും പെണ്ണുമെന്നില്ല. യൂനാവ് എഴുന്നേറ്റെങ്കിൽ, ന്യൂഫ് എഴുന്നേറ്റെങ്കിൽ, പ്രിസ്കിൽ എഴുന്നേറ്റെങ്കിൽ, യേശുവിൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായി മറിയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു.